ഓം ഗുരുഭ്യോ നമഃ. 15ാമത് നക്ഷത്രമായ ചോതി നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ വിശേഷങ്ങളും മറ്റുമാണ് ഇന്ന് നമ്മളിവിടെ വിശദീകരിക്കാൻ പോണത്. അപ്പോൾ ചോതി നക്ഷത്ര പുരുഷന്മാർ സുഖജീവിതത്തിൽ താല്പര്യം കൂടുതൽ ഉള്ളവരാകും. വായനാശീലം മിക്കവരിലും ഉണ്ടാകും. മറ്റുള്ളവരെ സഹായിക്കാൻ ഇവർക്ക് താല്പര്യം കൂടുതലായിരിക്കും. മിക്കവരും ദാനശീലരായിരിക്കും. ചിലർക്ക് ക്ഷീണിച്ച ശരീരപ്രകൃതിയായിരിക്കും. ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യത കൂടുതലുണ്ട്. തൻകാര്യ സ്വഭാവക്കാരും സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നവരുമാകും. സത്യസന്ധത ഉള്ളവരാകും. ബുദ്ധിശക്തിയും കാര്യശേഷിയും കൂടുതലായിരിക്കും ഇവർക്ക്. ജനസേവനത്തിൽ താല്പര്യം ഉണ്ടാകും. ചിലർ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടാനും മതി. അവിടെ ഒരു പരിധി വരെ അവര് വിജയിക്കുകയും ചെയ്യും. ചിലർക്ക് സമ്പാദിക്കുന്നതിൽ താല്പര്യം ഉണ്ടാകില്ല. ഉന്നത ജോലികളിൽ ഏർപ്പെടാൻ സാധ്യത ഉള്ളവരാകും ഇവർ. അതുപോലെ തന്നെ അന്യദേശത്ത് തൊഴിൽ ചെയ്യാൻ ഇവർക്ക് താല്പര്യം കൂടുതലാണ്. തൊഴിൽ ചെയ്യാൻ യോഗവും ഉണ്ടാകും. അതിനവർക്ക് വളരെ കൂടുതൽ താല്പര്യവും ആഗ്രഹവും ഉണ്ടാകും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പലപ്പോഴായി ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവരിൽ ചിലർക്ക് സുഹൃത്തുക്കൾ വളരെ കൂടുതലായിരിക്കും. എന്നാൽ നല്ലവർ ആരെന്ന് തിരിച്ചറിയാൻ ഇവർക്ക് സാധിക്കില്ല. സുഹൃത്തുക്കളുമായി ഇടപെടുന്നത് വളരെ സൂക്ഷിച്ചു വേണം ഈ ചോതി നക്ഷത്രക്കാർ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് സുഹൃത്തുക്കളാൽ വഹിക്കപ്പെടും ഇവര്. ആചാര അനുഷ്ഠാനങ്ങളിലും ദൈവത്തിലും വളരെ വിശ്വാസമുള്ളവരായിരിക്കും ഇവര്. ഏത് കാര്യത്തിനും മധ്യസ്ഥത പറയാൻ ഇവർ മിടുക്കരായിരിക്കും. അതിനുള്ള കഴിവ് ഇവർക്കുണ്ടാവും. എന്ത് കാര്യവും ഇവർ ചെയ്യാൻ തീരുമാനിച്ചാൽ ആർക്കും അവരെ അതിൽ നിന്ന് പുറകോട്ട് വലിക്കാനോ അതിൽ നിന്ന് മാറ്റാനോ സാധിക്കില്ല. അത് അവരുടെ ഒരു വിശേഷതയാണ്. ആരെയും വശത്താക്കാൻ വളരെ കഴിവുള്ളവരായിരിക്കും. പറഞ്ഞ് വശത്താക്കാൻ. കുടുംബ വീട് വിട്ട് മാറി താമസിക്കാൻ ഇവർക്ക് യോഗമുണ്ടാവും. മദ്യത്തിലും സ്ത്രീകളിലും ചിലർക്ക് താല്പര്യം കൂടുതലുണ്ടാവും. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവരുടെ എന്തു ദുരിതത്തിനും കാരണക്കാരി ഇവർ തന്നെയായിരിക്കും. സ്വയം കൃതാർത്ഥം അനർത്ഥമായി കേട്ടല്ലേ, അത് തന്നെ. മിക്കവരും അതിഥി സൽക്കാരത്തിന് വളരെ താല്പര്യമുള്ളവരായിരിക്കും. കുടുംബജീവിതം ചിലർക്ക് ശുഭപ്രദമാകാറില്ല. എന്നാൽ ചിലർക്ക് സർവ സുഖ ഭോഗ തൃപ്തിയോട് കൂടിയ കുടുംബജീവിതവും ഉണ്ടാവും. സന്താന സൗഖ്യവും ഉണ്ടാകും. എന്നാൽ ചിലരിൽ സന്താന ഭാഗ്യം തന്നെ ഉണ്ടാവണില്ല. ചോദ്യ നക്ഷത്രക്കാരില് ചിലരിൽ എല്ലാം ഉള്ളിൽ ഒതുക്കി ജീവിക്കുന്നവരായിരിക്കും ഇവരിൽ മിക്കവാറും പേർ. ഇവരുടെ ഭാര്യമാരിൽ ചിലർ അതീവ സൗന്ദര്യവതികളായിരിക്കും. ജോലിയോ അല്ലെങ്കിൽ അവരുടെ കുടുംബസ്വത്തോ അങ്ങനെയുള്ളവരും ആവാൻ സാധ്യത കൂടുതലാണ്. ഭർത്താവിനെ എല്ലാ വിധത്തിലും തൃപ്തിപ്പെടുത്തുന്നവരായിരിക്കും ഇവരുടെ ഭാര്യമാർ. ചോതി നക്ഷത്ര സ്ത്രീകൾ വളരെ അച്ചടക്ക സ്വഭാവമുള്ളവരായിരിക്കും. എടുത്തുചാട്ടമില്ലാത്ത ശാന്ത സ്വഭാവമുള്ളവരുമാണ്. കലാ സാഹിത്യ സംഗീതങ്ങളിൽ ജന്മനാ കഴിവുള്ളവരായിരിക്കും. ചിലർ ഈ രംഗത്ത് ശോഭിക്കുകയും ഇത് പ്രൊഫഷനാക്കി സ്വീകരിക്കാനും സാധ്യതയുണ്ട്. സ്ത്രീകൾ കാര്യങ്ങൾ തുറന്നു പറയുവാൻ ഇവരിൽ ചിലർക്ക് കഴിവ് കുറവായിരിക്കും. സ്ത്രീകൾക്ക് ഇത് ഇവരിൽ പലരുടെയും ജീവിതത്തെ ബാധിക്കുകയും ചെയ്യും. വസ്ത്രധാരണത്തിൽ ശ്രദ്ധ പുലർത്തുന്നവരായിരിക്കും. സൽസ്വഭാവികളും സത്യസന്ധത ഉള്ളവരുമായിരിക്കും. കുടുംബജീവിതം ശോഭനമായിരിക്കും ഇവരുടെ. ബന്ധുജനങ്ങളുമായി സഹകരിച്ച് ജീവിക്കും. ലൈംഗിക കാര്യങ്ങളിൽ താല്പര്യം കൂടുതലുള്ളവരായിരിക്കും
ചോതി നക്ഷത്രക്കാരിൽ ചിലർ സ്ത്രീകൾ. ഭർത്താവിന്റെ മനസ്സറിഞ്ഞ് പെരുമാറാനുള്ള കഴിവ് ഇവർക്കുണ്ടാവും. ഉന്നത സ്ഥാനമാനങ്ങളുള്ള തൊഴിൽ ലഭിക്കാൻ യോഗമുള്ളവരായിരിക്കും ഈ ചോതി നക്ഷത്ര സ്ത്രീകൾ. ഇവർക്ക് അഭിഭാഷകർ, അധ്യാപകർ, അഭിനയം, മെഡിക്കൽ ഫീൽഡ്, മെഡിക്കൽ സ്റ്റോറ്, വിമാന ജോലികൾ, കുടുംബഭരണം, പാചകകല, ഹോട്ടൽ, ആഭരണ വ്യാപാരം, വാഹന വ്യവസായം, ജനസേവനം എന്നീ മേഖലകളിൽ ശോഭിക്കാൻ സാധ്യത ഉള്ളവരായിരിക്കും ചോതി നക്ഷത്രക്കാർ പൊതുവെ. ഇവർക്ക് ത്വക്ക് രോഗങ്ങൾ, ലൈംഗിക ബലഹീനത, വിഷബാധ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ, മലമൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ, ശരീരത്തിൽ നീര്, വേദന, നാഡീക്ഷീണം, രക്തസമ്മർദ്ദം എന്നിവയിൽ ചിലത് ഈ ചോതി നക്ഷത്രക്കാരെ ബാധിക്കാൻ സാധ്യത കൂടുതലാണ്. ഇതൊക്കെയാണ് ചോതി നക്ഷത്രക്കാരുടെ പൊതുവെ ഉള്ള സ്വഭാവവിശേഷങ്ങളും മറ്റും. അപ്പം ഞങ്ങളുടെ ഈ ചാനൽ മുഴുവനായി കാണാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഞങ്ങൾ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമസ്തേ.